രീതിയൊക്കെ കണ്ടിട്ട് ഏട്ടനല്ല അത് ചെയ്തേന്ന് തോന്നുന്നു. ഇനി ഏട്ടൻ പറഞ്ഞ പോലെ മായമ്മയായിരിക്കും അത് ചെയ്തത്. എന്തായാലും അവരുടെ ജോലി പോയല്ലോ. എന്നാൽ അങ്ങനെയല്ല, അതാരായിരിക്കും ചെയ്തത്? അതറിയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവൂലല്ലോ. ഹലോ, ആ പറഞ്ഞു, റേഞ്ച് ഇല്ല. ഹലോ ഹലോ, നേരിട്ടൊന്ന് ചോദിച്ചാലോ? അയ്യോ വേണ്ട, കഴുത്തിന് കുത്തിപ്പിടിക്കും. തന്ത്രപരമായി ചോദിക്കാം, അതാ നല്ലത്. മായമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അർജുനെ കുറിച്ച് വല്ലതും പറയാനാണെങ്കിൽ നീ ഒന്ന് പറയുകയും വേണ്ട, എനിക്കൊന്ന് കേൾക്കുകയും വേണ്ട. അർജുനെ പറ്റിയല്ല മായമ്മ, ഇത് വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം പറയ്. ഒരു സമയത്ത് മോഹനേട്ടന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നത് ഞാനാ. ആ ഒരു വിശ്വാസത്തില് ഏട്ടൻ എന്നോട് പറഞ്ഞതാ. അവൻ എന്തു പറഞ്ഞു? മായമ്മയാണ് ഏട്ടത്തിയുടെ ജോലി കളഞ്ഞത്. ആഹാ, കൊള്ളാലോ. അവൻ വേറെന്ത് പറഞ്ഞു? പറഞ്ഞത് എന്ന് പറഞ്ഞാ, ആ പോരട്ടെ, പറയ്. പൈസ വെച്ചത് മായമ്മയല്ല, പക്ഷേ വെപ്പിച്ചത് മായമ്മയാണെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പിന്നെ ആ പൈസ വെച്ച ആളിനെ പറ്റിയും അറിഞ്ഞു. ഉടനെ അയാളെ പിടിക്കും, അങ്ങനെയാ ഏട്ടൻ പറഞ്ഞത്. CCTV ഫുട്ടേജ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഏത് CCTV? അതിന് അവരുടെ CCTV കംപ്ലൈന്റ് അല്ലേ? ആരാ പൈസ വെച്ചതൊന്നും അവനൊരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പൈസ വെച്ച ആളിനെ മോഹനേട്ടൻ കണ്ടുപിടിക്കില്ല എന്നതിനർത്ഥം അത് മോഹനേട്ടനല്ല ചെയ്തത്, അങ്ങനെയല്ലേ മായമ്മ? അവിടുത്തെ CCTV വർക്കിംഗ് അല്ല, പൈസ വെച്ച ആളെ മോഹനേട്ടൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നൊക്കെ ഇത്ര കോൺഫിഡന്റോടെ മായമ്മ പറയണമെങ്കിൽ അത് ചെയ്തത് മായമ്മയല്ലേ? ഇതറിഞ്ഞിട്ട് നിനക്ക് എന്താടി വേണ്ടത്? അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് എന്ത് കഴിയും? കണ്ടുപിടിക്കാൻ പറ്റുമോ? വന്നിരിക്കുന്നവള്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? ഏട്ടത്തിയുടെ ജോലി കളഞ്ഞത് മായമ്മ തന്നെയാ. ആണടി, കണക്കായി പോയി. ആണെങ്കിൽ നിനക്ക് വല്ല തെണ്ണുണ്ടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ വെള്ളത്തിലെടുത്തോണ്ടല്ലോ ഈ മായമ്മ ആരാണെന്ന് നീ അറിയും. നിന്റെ നാവും നിന്റെ വായിൽ അടങ്ങിയിരിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, ഇപ്പൊ നീ വന്നിവിടെ ചോദിച്ച ഈ കാര്യം നീ അല്ലാതെ മറ്റൊരാളും വന്ന് എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ അറിയാലോ? പിന്നെ നീ ഈ ഭൂലോകം കാണും. മനസ്സിലായോ നിനക്ക്? മായമ്മ, ഇത് ഞാൻ ഇനി ആരോടും പറയൂല. എന്റെ വായിന്ന് ആരും അറിയൂല. മായമ്മക്ക് എന്നെ വിശ്വസിക്കാം. എനിക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാകില്ല. ഇത് വെറും വാക്കല്ല. വേണ്ടാത്തൊന്നും ചിന്തിക്കില്ല മായമ്മ, ഞാൻ ആരോടും പറയൂല. ഞാൻ വാ തുറക്കൂല. അത് നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. അഞ്ജു, അറിയാതെ പോലും നിന്റെ വായിന്നൊന്നും വീഴല്ലേ. പെണ്ണുമ്പിളക്ക് വട്ടാ. അവര് പറഞ്ഞ പോലെ ചെയ്യും.